ഊക്ക് കേറി കേറി എങ്ങോട്ടിത് തലക്കോളം വച്ച് വച്ച് മേലോട്ടിത് നാടാകേറി കെതിയാട്ടം ഇത് ഊക്കിട്ടും കൊതിയങ്ങ് മാറുന്നില്ല. OTT ഇറങ്ങിയ പിന്നെ ബബബയുടെ അവസ്ഥ ഇതാണ്. ആക്ച്വലി തിയേറ്ററിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമയാണിത്. പക്ഷെ OTTയിൽ വന്നപ്പോൾ മുതൽ ഭയങ്കര ട്രോൾസ് ആണ്. ഈ പടം തിയേറ്ററിൽ കണ്ടപ്പോൾ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പോയത്. ദിലീപിന്റെ പെർഫോമൻസ് ആണെങ്കിലും വിനീതിന്റെ പോർഷൻസ് ആണെങ്കിലും എല്ലാം നൈസ് ആയിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാതിരുന്നത് ആ പിള്ളേരുടെ സീക്വൻസുകളും ചില ഓഞ്ഞ കോമഡികളും ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പോയതുകൊണ്ട് പടത്തിൽ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ നമുക്ക് വിട്ടുകളയാം. സെക്കൻഡ് ഹാഫിൽ മോഹൻലാലിന്റെ പോർഷൻസ് വന്നത് മുതൽ ഒരുമാതിരി കോമാളി കളി പോലെയാണ് ഫീൽ ആയത്. അതായത് ഞാൻ റിയൽ ലൈഫിൽ വലിയ സംഭവമാണ്, എന്റെ ഫാൻസിന് ഇതെല്ലാം വേണേ, ഞാനൊരു ഫാൻ ബോയ് ഡയറക്ടറാണ് എന്നൊക്കെ വിചാരിച്ച് ഡയറക്ടർ ആവശ്യത്തിന് അറിഞ്ഞു പണി അപരാധമാക്കി വെച്ചിട്ടുണ്ട്. മോഹൻലാലിന്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. ഗില്ലി ബാല തിരിച്ചു പോയതിനു ശേഷം ഇനി ദിലീപിന്റെ വൺ മാൻ ഷോ കാണാമെന്നും ഇവൻ ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കും എന്നൊക്കെ ഓർത്തിരിക്കുമ്പോൾ കാട്ടിലെ ഫൈറ്റുമായിട്ട് മോഹൻലാൽ വീണ്ടും വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോക്കണ്ണൻ പറഞ്ഞ പോലെ കാട്ടിലെ കാട്ടവരാതം തന്നെയായിരുന്നു ആ സീൻ. ഈ പടത്തിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നത് ഈ കാട്ടിലെ ഫൈറ്റും ടൈലന്റ് സീനുമാണ്. മോഹൻലാൽ ഫാൻസ് ഒരു 10 പേര് കൂടുതൽ കയറാൻ വേണ്ടിയിട്ട് അവർക്ക് ഓർഗാസം വരുമെന്ന് കരുതിയിട്ട് മുണ്ട് മടക്കലും മീശ പിടിക്കലും മുണ്ട് പറിച്ചടിയും അൺലീഷ്ഡ് ലയൺ, ലോഡ്, തലമുറകളുടെ നായകൻ, റിയൽ ഓജി, വൈൽഡ് ഫയർ എന്നെല്ലാം പേരൊക്കെ എഴുതി കാണിച്ചിട്ടും ലാലേട്ടൻ എന്ന സൂപ്പർ സ്റ്റാറിന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സീൻ പോലും ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാറിനെ ഇതുപോലെ കൊണ്ടുവന്ന് കോമാളി കളിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരുന്ന ഈ സിനിമ അപരാധമാകാൻ തുടങ്ങിയത് ലാലേട്ടൻ വന്നതിന് ശേഷമാണ്. അത് നിങ്ങൾ എത്ര അല്ലാന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. അതായത് നോർമൽ ഒരു ക്യാമിയോ പോലെ ദിലീപ് ലാലേട്ടനെ കണ്ടുമുട്ടുന്നതും പിന്നീട് ലാലേട്ടൻ അവിടെ നിന്ന് പോകും വരെയും മതിയായിരുന്നു. പക്ഷെ കാട്ടിലെ ഫൈറ്റിനിടയിലും പിന്നെ വീണ്ടും ടൈലന്റിലൊക്കെ ആയിട്ട് വീണ്ടും ലാലേട്ടനെ കൊണ്ടുവന്നത് ഭയങ്കര അരോചകമായിട്ട് തോന്നി. അതിൽ കാട്ടിലെ ഫൈറ്റ് പോലും ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ലൈക്ക് ഒരു ആവശ്യമില്ലാതെ അസ്ഥാനത്ത് കൊണ്ടുവന്ന പോലെ. അത്യാവശ്യം എൻഗേജിംഗ് ആയതും നല്ലൊരു ഇന്റർവെല്ലും ഒക്കെ ആയിട്ട് ഒരു എബവ് ആവറേജ് ഫസ്റ്റ് ഹാഫ് തന്നിട്ട് സെക്കൻഡ് ഹാഫിൽ എല്ലാം കൊണ്ടുപോയി തുറച്ചു. അതുപോലെ തന്നെ റെഡ്ഡിംഗ് കിങ്സ്ലിയുടെ ഈ ഒരു ക്യാരക്ടറും അനാവശ്യമായിരുന്നു. കോമഡി പോയിട്ട് അവനെ കാണുമ്പോഴും ഒരുമാതിരി ഓഞ്ഞ ഫീൽ ആയിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പടം എനിക്ക് അത്യാവശ്യം എന്റർടൈനിങ് ആയിരുന്നു. കുറെ ഫ്രണ്ട്സിന്റെ ഒപ്പം അത്യാവശ്യം നല്ല ക്രൗഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ ചിരിച്ച് ഒച്ചയെടുത്താണ് ഈ പടം കണ്ടത്. പിന്നീട് OTTയിൽ കണ്ടപ്പോൾ അൺസൈക്കബിൾ ആയിട്ട് തോന്നി. ദൈവമേ, ഈ പടം എനിക്ക് എങ്ങനെയാണ് അന്ന് ഇഷ്ടപ്പെട്ടെന്ന് ചിന്ത വന്നു. അതിനുത്തരം ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇതൊരു പക്ക തിയേറ്റർ സ്റ്റഫാണ്. തിയേറ്ററിൽ വെച്ച് ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു പടം. ഇപ്പൊ മധുരരാജ, ഷൈലോക്കൊക്കെ പോലെ തിയേറ്ററിൽ വെച്ച് മാത്രം വർക്കാവുന്ന ഒരു സിനിമ. അതും അത്യാവശ്യം കിടു ഓഡിയൻസ് കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വർക്കാവും. പക്ഷെ ഇതുപോലുള്ള സിനിമകളിൽ ആ പടം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കാനായിട്ട് ഒരു സീനോ ക്യാരക്ടറോ ഒന്നും കാണില്ല. കാരണം ഇറ്റ്സ് എ പ്യുവർ തിയേറ്റർ സ്റ്റഫ്. ഒന്ന് കണ്ടിട്ട് മറന്നു കളയാൻ പറ്റുന്ന ഒരു സിനിമ. ആ ഒരു കാരണം കൊണ്ടാണ് എനിക്കിത് തിയേറ്ററിൽ വെച്ച് വർക്ക് ആയതും OTTയിൽ വെച്ച് വർക്ക് ആവാതിരുന്നതും. അത് മാത്രമല്ല, ഞാൻ ഈ വക എന്റർടൈനർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ എനിക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാകാറുണ്ട്. ഇനി ഈ പടത്തിന്റെ പോസിറ്റീവ്സ് ഒന്ന് നോക്കാം. ദിലീപ് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. കിട്ടിയ റോള് പുള്ളി ആ ഒരു മീറ്റർ പിടിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുറെ നാൾക്ക് ശേഷം ദിലീപിന്റെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ഫൈറ്റ് ആണെങ്കിലും സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും എല്ലാം പടത്തിന് ആപ്റ്റ് ആയ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് കിഡൊരു സ്ക്രിപ്റ്റിൽ കിഡൊരു മാസ് പടം കിട്ടിയ പൊളിക്കാനുള്ള സ്റ്റഫ് ഇപ്പോഴും പുള്ളിയുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ബൈജു സന്തോഷിന്റെ ക്യാരക്ടറിനും നല്ലൊരു പവർ ആയിരുന്നു. അങ്ങേരുടെ എബിലിറ്റി കാണിക്കുന്ന ആ ഒരു ചെറിയ ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങേരെങ്ങാനും അവിടെ നിന്ന് ചാടിപ്പോയ ദിലീപിന്റെ അന്ത്യമായിരിക്കും എന്നൊരു തോന്നൽ ഉണ്ടാക്കാനായി. കാരണം ബൈജുവിന്റെ ക്യാരക്ടറിനോട് ഒരു പേടി ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള മെയിൻ പോസിറ്റീവ് ശ്രീനി ബ്രോസ് ആണ്. വിനീതായാലും ധ്യാനായാലും അവരുടെ ക്യാരക്ടേഴ്സ് നൈസ് ആയിരുന്നു. എസ്പെഷ്യലി വിനീത്, പുള്ളി അടിപൊളിയായിരുന്നു. പക്ഷെ ആ ഒരു ക്രൂവലിറ്റി പൂർണ്ണമായിട്ടും കൊണ്ടുവരാനായിട്ട് വിനീതിന്റെ ക്യാരക്ടറിനായില്ല. അത് വിനീതിന്റെ പ്രശ്നമല്ല, എഴുത്തിന്റെയാണ്. സാൻഡി മാസ്റ്ററിന്റെയും ദേവ്ജിയുടെയും ബാലു വർഗീസിന്റെയും അശോകന്റെയും ഒക്കെ പ്രകടനങ്ങൾ കൊള്ളായിരുന്നു. മൊത്തത്തിൽ കാസ്റ്റിംഗ് അടിപൊളിയായിരുന്നു. സിദ്ധാർത്ഥ് ഭരതനൊക്കെ പക്ക അടിപൊളി കാസ്റ്റിംഗ് ആയിരുന്നു. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കളർ ഗ്രേഡിങ്ങും എഡിറ്റിംഗും നൈസ് ആയിരുന്നു. പക്ഷേ ഡയറക്ഷനിൽ നല്ല അമെച്ചർനെസ് ഉണ്ടായിരുന്നു. ക്യാമറ ആംഗിൾസിലും ചില പാളിച്ചകളെല്ലാം ഉണ്ടായിരുന്നു. മ്യൂസിക് ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് ബ്ലെൻഡ് ആയി പോയെങ്കിലും ചില BGMകളൊക്കെ നല്ല അപരാധമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായിട്ടില്ല. അഴിഞ്ഞാട്ടം പാട്ടിന്റെ ലിറിക്സ് ഒക്കെ കുറച്ച് അപരാധമായിരുന്നെങ്കിലും തിയേറ്ററിൽ കേട്ടപ്പോഴും ഇപ്പൊ കേട്ട് പഴകിയപ്പോഴും കൊള്ളാം എന്നൊരു തോന്നലുണ്ട്. പടത്തിലെ മെലഡി ടച്ചുള്ള സോങ് നന്നായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിന്റെ മൂഡ് മനസ്സിലാക്കി കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടുമറക്കാവുന്ന ഒരു സിനിമയാണിത്. പക്ഷെ OTTയിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടമാവണമെന്നില്ല. അത് തന്നെയാണ് ഈ സിനിമയുടെ പ്രശ്നവും. സ്പൂഫ് പടമാണ് ഉദ്ദേശിച്ചെങ്കിലും കുറച്ചുകൂടെ നന്നായിട്ട് എഴുതാൻ പറ്റുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇന്റർവെൽ ഫൈറ്റ് സീൻ അടിപൊളിയായിരുന്നു. പക്ഷെ അവിടെയും ചില ക്യാമറ ആംഗിളുകളും ഫൈറ്റ് കൊറിയോഗ്രാഫിയൊക്കെ കുറച്ച് ശോകമായിരുന്നു. ആ സോന BGM മാത്രമാണ് ആ ഫൈറ്റിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായനെ. അതായത് ആ രാഗവേണുവും ഒരു എക്സ്ട്രാ DJ ബീറ്റും താങ്കിടക്കം ദില്ലോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഒന്നല്ലേ ഒരു കിടു BGMോ അല്ലെങ്കിൽ സോന വിത്തൗട്ട് എക്സ്ട്രാ ബീറ്റും ആയിട്ടായിരുന്നേല്
ഒന്നുകൂടെ ഇമ്പാക്ട് കിട്ടിയാണ്. ഈ സിനിമയിലെ റെഫറൻസുകളിൽ വിജയുടെയും മോഹൻലാലിന്റെയും ദിലീപിന്റെയും എല്ലാ റെഫറൻസുകളിൽ ചിലതൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ വാളയാർ പരമശിവം, അർജുനാർ വില്ല്, ഭീമൻ രഘു സ്റ്റാൻഡ്, പിന്നെ ചില ഡയലോഗ്സ് എല്ലാം നന്നായിട്ട് വർക്കായി. പക്ഷെ ചിലതൊക്കെ നല്ല ഓവറായിരുന്നു. ഇപ്പൊ ഷൈലോക്ക് സിനിമ എടുക്കാം. അതിൽ ഫസ്റ്റ് ഹാഫിൽ ഓരോ സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ പ്ലേസ് ചെയ്തത് വർക്കായ പോലെ ഇത് വർക്കാവണമെന്നില്ല. ഷൈലോക്കിൽ ഇതിലുള്ള അത്ര റെഫറൻസുകളും ഡയലോഗ്സും കേട്ടിട്ടില്ലെങ്കിൽ പോലും ഷൈലോക്കിലുള്ള ഡയലോഗ്സിന്റെ പ്ലേസിംഗ് ഒക്കെ കിടുവായിരുന്നു. ഷൈലോക്കിൽ കോമഡി ഒക്കെ നന്നായിട്ട് വർക്കാവുകയും ചെയ്തു. പക്ഷെ അതുപോലെ ഇവിടെയും ഒന്ന് പരിശ്രമിച്ചെങ്കിലും അതൊന്നും ശരിയായിട്ട് വന്നില്ല. മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റ ആദ്യ ദിവസം തന്നെ അയാളെ പ്രതികാരത്തിനായിട്ട് നായകൻ തട്ടിക്കൊണ്ടുപോകുന്നു. ഇത്രയും ചെറിയൊരു വൺ ലൈനിലാണ് ഈ സിനിമ മുഴുവനായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ കഥയിൽ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ ഈ സിനിമയിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ പടം കൺസീവ് ചെയ്തിരിക്കുന്നതും. ധ്യാനിന്റെ കുടവയർ ഡയലോഗും പുള്ളിയുടെ എൻട്രി ഒക്കെ അടിപൊളിയായിരുന്നു. ധ്യാൻ വരുമ്പോൾ മൊത്തത്തില് ഒരു വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ജയിലിലെ ബാലു വർഗീസിന്റെ ഫൈറ്റ് സീൻ അതൊരു അൺഎക്സ്പെക്ടഡ് കൊറിയോഗ്രാഫി ആയിരുന്നു. പടത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്റ് അത് തന്നെയായിരുന്നു. ബാലു അത് നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദിലീപിന്റെ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറി, അതിൽ സിദ്ധാർത്ഥിന്റെ സീനൊക്കെ അത്യാവശ്യം കണക്ട് ആയിരുന്നു. പക്ഷെ ബൈജുവിനോട് ഒരു പ്രതികാരം എന്ന ലെവലുള്ള റീസൺ ഒന്നും ഒട്ടും കൺവിൻസിംഗ് അല്ലായിരുന്നു. ഭ്രാന്തനാണെങ്കിൽ പോലും ആ റീസൺ ഒന്നും ഒട്ടും പോരാ. ഇനി സ്പൂഫ് പടമാണ്, മാഡ്നസ് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന എല്ലാ കാര്യവും അങ്ങനെ എടുക്കാനായിട്ട് ചിലപ്പോൾ ഓഡിയൻസിന് പറ്റിയെന്ന് വരില്ല. ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റിന്റെയും പാളിച്ചകൾ മറയ്ക്കാനായിട്ട് ഈ പടത്തിൽ ലോജിക്ക് നോക്കല്ലേ എന്ന് വിളിച്ചു പറഞ്ഞതുപോലെ തോന്നിയിരുന്നു. ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മോഹൻലാല് പിന്മാറിയ റോളായിരുന്നു ഇത്. പക്ഷെ ഗോകുലം ഗോപാലനായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടൊക്കെ ആയിട്ട് കമ്മിറ്റ് ചെയ്ത ഒരു പടമാണെന്ന് തോന്നുന്നു. സ്വയം പൊക്കുന്ന പോലുള്ള ഡയലോഗുകളൊക്കെ വൻ അരോചകമായിരുന്നു. മീശ പിരിക്കി, മുണ്ടുമടക്ക്, എന്തൊരു ഹൈപ്പ്, നിന്നാ ഹൈപ്പ്, ഓടിയ ഹൈപ്പ്, ഈ പരിപാടികളൊക്കെ മോഹൻലാല് സ്വയം പൊങ്ങച്ചം അടിക്കുന്ന ഫീലായിരുന്നു. മോഹൻലാലിന്റെ ഓഞ്ഞ വിഗൊക്കെ വൻ കോമഡി തന്നെയാണ്. മോഹൻലാല് പടത്തിൽ ഇന്നായതുകൊണ്ട് പ്രമോഷനും ഹൈപ്പിനും വേണ്ടിയിട്ട് എഴുതി ചേർത്ത പോലെയായിരുന്നു കാട്ടിലെ ഫൈറ്റും ക്ലൈമാക്സിലെ തേർഡ് എൻട്രി ഒക്കെ എന്ന് തോന്നുന്നു. കാരണം ആ കഥ പോകുന്ന മൂഡിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി അല്ലായിരുന്നു അതൊന്നും ഒട്ടും റെലവന്റ് ആയിട്ടുള്ള എൻട്രികളും അല്ലായിരുന്നു. സോ ഒരു സൂപ്പർ സ്റ്റാർ ഇജ്ജാതി അവരോധവും പൊങ്ങിത്തരവുമായിട്ടുള്ള റോളുകൾ ചെയ്തു വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇങ്ങേരുടെ കാര്യം. ഇനി ഈ വീഡിയോയിൽ ഞാൻ ലാലേട്ടനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ മമ്മൂട്ടി ഫാൻ ആകാനായിട്ട് ആരും വരണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ ഫാൻസ്, അല്ലാതെ വേറെ നടനെ താഴ്ത്തി കിട്ടുന്നവരല്ല. പിന്നെ ഫാനിസം തലയ്ക്ക് പിടിച്ചവർ എന്തായാലും ഇതിന്റെ കമന്റ് ബോക്സിൽ വരുമെന്ന് എനിക്കറിയാം. പിന്നെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ പടത്തിന്റെ കഥ എഴുതിയവരോട് ഒരു കാര്യം, സ്പൂഫ് എന്താണെന്ന് തമിഴ് പടം 1ഉം 2ഉം ഒക്കെ കണ്ടു പഠിക്കുക. എന്നിട്ട് സ്പൂഫ് കൂടെ എഴുതുക. പിന്നെ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തില്, അതായത് കൊണ്ടുപോയി കറന്നു, ബൈജുവിന്റെ മരണ വീട്ടിലെ സീൻ മുതലായ ഓഞ്ഞ സീനുകളും ഡയലോഗുകളും എഴുതുമ്പോൾ ഒന്നും ഓർക്കുക, സ്ത്രീകളുടെ ശത്രു എന്നും സ്ത്രീകൾ തന്നെയാണെന്ന്. ഇതിലൊരു കോ റൈറ്റർ ഒരു സ്ത്രീ തന്നെയാണ്. പക്ഷെ ആ ഡയലോഗ്സിനെ പറ്റിയോ അത് എഴുതിയ സ്ത്രീ ആയിട്ടുള്ള റൈറ്ററിനെ പറ്റിയോ ഇവിടെ ഉള്ള ഒരു ഫെമിനിസ്റ്റുകൾക്കും ഒന്നും പറയാനില്ല. ഈ വക ഡയലോഗുകളൊക്കെ സിനിമയിൽ കുത്തിക്കയറ്റി വിവാദമാകുമ്പോൾ റിമൂവ് ചെയ്യുന്നതിൽ കാര്യമില്ല. അയ്യ എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ സീനുകൾ എഴുതാതിരിക്കുക. ബിക്കോസ് സിനിമ ഒത്തിരി പേരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. സോ ബി വെയർ ആൻഡ് ബി ബ്രേവ്. പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എസ്.ജെ. സൂര്യയുടെ ലുക്ക് അടിപൊളിയാണ്. പുള്ളിക്ക് പക്ഷെ പ്രത്യേകിച്ച് ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇനി ഇതിനും ഒരു രണ്ടാം ഭാഗം വരുന്നൊക്കെ പറയുന്നു. എന്താവുമോ എന്തോ. അപ്പോ ബബ്ബ എന്ന സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗൈസ്.